ഇനി ഇവിടെ ചരിത്രം എന്ന് പറയുന്നത് നിങ്ങൾ ഒരു പക്ഷേ 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളായിട്ട് ഒരു പക്ഷേ ഈ പ്രദേശത്തെ ചരിത്രത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. ഈ പ്രദേശം പോർളാഗിരിയുടെ കോട്ട ഉണ്ടായിരുന്ന സ്ഥലമാണ്. ഇതിന് കോട്ടമ്മൽ എന്ന് തന്നെയാണ് പറയാം. കൊടിയത്തൂര് കോട്ടമ്മൽ. ഇവിടെ ആയിരുന്നു ഒരു മൺകോട്ട ഉണ്ടായത്. പോർളാഗിരിയുടെ കോട്ടയുടെ അതിർത്തി ആയിരുന്നു ഇവിടെ. അന്നത്തെ ഒരു രീതിയാണ് കൊടി കോട്ടയുടെ അതിർത്തി. അങ്ങനെ കൊടി കുത്തിയ ഊരാണ് കൊടിയത്തൂർ. പോർളാഗിരിക്ക് ശേഷം സാമൂതിരിയുടെ കാലത്തും ഇവിടെ ആ മൺകോട്ട നിലനിന്നിരുന്നു. ഈ പ്രദേശത്ത് തന്നെയാണ്. ഒരുപക്ഷെ ഇവിടെയൊക്കെ കുഴിച്ചു കഴിഞ്ഞാൽ അതിന്റെയൊക്കെ അവശിഷ്ടങ്ങൾ ഒരുപക്ഷെ കിട്ടിയേക്കാം. അങ്ങനെയുള്ള ഒരുപാട് ചരിത്ര സ്മാരകങ്ങൾ തേടിയുള്ള ഖനനങ്ങൾ നമ്മുടെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട്. അതിൽ ഏറ്റവും നന്നായി നടക്കുന്ന ഒന്ന് മുസ്ലിം പൈതൃക മിറ അൽഫാസ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് വനിതയാണ് സ്ഥാപിച്ചിട്ടുള്ളത്. അവരെയൊക്കെ മദർ എന്നൊക്കെയാണ് അവരുടെ പിന്തുടർച്ചക്കാരൊക്കെ വിശേഷിപ്പിക്കുന്നത്. ഒരു ആത്മീയമാണ് തിരിച്ചു. അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. ഈ വ്യക്തിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ വ്യക്തി 1872 ഓഗസ്റ്റ് 15-നാണ് ഇദ്ദേഹം ഇന്ത്യൻ സിവിൽ സർവീസിൽ ഇദ്ദേഹത്തിന് പ്രവേശനം ലഭിച്ചു. പക്ഷേ ഈ സിവിൽ സർവീസിൽ പ്രവേശനം ലഭിച്ചു കഴിഞ്ഞാൽ കുതിരയോട്ടം എന്ന് പറഞ്ഞ പരിപാടി, അശ്വാഭ്യാസം, കുതിര ഓടിക്കാൻ അതാണ് പഠിപ്പിച്ചത്. പക്ഷേ ഇദ്ദേഹത്തിന് പഠിക്കണം, കുതിര ഓടിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഇദ്ദേഹം സിവിൽ സർവീസ് ഉപേക്ഷിച്ച് പോകുന്നുണ്ട്. അങ്ങനെ ഇദ്ദേഹം ബറോഡ രാജാവിന്റെ കീഴിൽ വന്നിട്ട് അദ്ദേഹത്തിന്റെ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്തു. പക്ഷേ 1900 ആയപ്പോഴേക്കും 20ാം നൂറ്റാണ്ടിൽ തുടങ്ങുന്ന ആ കാലഘട്ടത്തിൽ ഇദ്ദേഹം വിപ്ലവ പ്രവർത്തനങ്ങളോട് താല്പര്യം കാണിച്ചു. അനുശീലന സമിതി പോലെയുള്ള വിപ്ലവ സംഘടനകൾ അംഗമാണ്. ഇദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ വഴിത്തിരിവ് എന്ന് പറയുന്നത് 1908 നടന്നിട്ടുള്ള കിങ്സ്ഫോർഡ് പ്രഭുവിന്റെ നേരെയുള്ള വധശ്രമമാണ്. 1908 പ്രഫുല്ല ചാക്കി, ഖുദിറാം ബോസ് എന്ന പേരായ 2 യുവ പോരാളികൾ അവർ കിങ്സ്ഫോർഡ് പ്രഭുവിന്റെ വാഹനത്തിന് നേരെ ബോംബെറിയുകയും നിർഭാഗ്യവശാൽ അദ്ദേഹം ആ വണ്ടിയിൽ ഉണ്ടായിരുന്നില്ല. ഒരു കുട്ടിയുമാണ് അത് കൊല്ലപ്പെട്ടത്. എന്തായാലും ഖുദിറാം ബോസിനെയും പ്രഫുല്ല ചാക്കിയും ഈ ഗൂഢാലോചന കേസ് അറിയപ്പെടുന്നത് ആലിപ്പൂർ ബോംബ് കേസ് എന്നാണ്. ഈ ആലിപ്പൂർ ബോംബ് കേസിൽ പ്രതിയായി ഇദ്ദേഹം എന്ത് ചെയ്തു? ജയിലിൽ കിടക്കുകയും പിന്നീട് ഇദ്ദേഹം നാട് വിടുകയാണ് ചെയ്തത്. ഇദ്ദേഹം ഒന്ന് താമസിച്ചത് പോണ്ടിച്ചേരിയാണ്. കാരണം പോണ്ടിച്ചേരി എന്ന ഫ്രഞ്ചുകാരുടെ സ്ഥലമാണ്, അതുകൊണ്ട് ബ്രിട്ടീഷുകാർ. പിന്നീട് ഇദ്ദേഹം ഒരു ആത്മീയ ആചാര്യനാണ്. മഹാരാഷ്ട്രയെ പോലെ ഇദ്ദേഹം അദ്ദേഹത്തിന്റെ ശിഷ്യയായിരുന്നു മിറ അൽഫാസ. അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ നഗരം സ്ഥാപിച്ചത്. നഗരത്തിന്റെ പേര് ഓറോവിലെ. ചോദ്യം ആരാണ് സ്വാതന്ത്ര്യം സമരത്തിൽ ഓറോവിലെ എന്നതായ ആ സ്വതന്ത്ര നഗരത്തിൽ കാരണഭൂതനായ വ്യക്തി ആരാണ്? ഈ ഒന്നാമത്തെ ചോദ്യം കേട്ടപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് വളരെ ഡയറക്റ്റ് ആയിട്ട് ആരാണ് എന്താണ് എന്നല്ല നമ്മൾ ചോദിക്കുക, മറിച്ച് ഇത്തരം കുറച്ച് വിശദീകരണവും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ട് ഈ രൂപത്തിലായിരിക്കും നമ്മുടെ ചോദ്യം ഉണ്ടാവുക. നിങ്ങൾക്ക് അറിയാവുന്ന എന്തെങ്കിലും ഒരു ക്ലൂ, എന്തെങ്കിലും ഒരു കണക്ഷൻ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഞാൻ വിശദീകരണത്തിൽ ഉണ്ടായിരിക്കും. ഓക്കെ, അത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായ ഉത്തരം എഴുതാൻ പറ്റും. ശരിയല്ലേ? രണ്ടാമത്തെ ചോദ്യം. ഇവിടെ എനിക്ക് വേണ്ടത് ഒരു ചെടിയുടെ ഒരു സസ്യത്തിന്റെ പേരാണ്. ഒരു ചെടിയുടെ ഒരു സസ്യത്തിന്റെ പേരാണ്. ഈ ചെടി സത്യത്തിൽ ഇന്ത്യയിൽ തദ്ദേശീയമായിട്ട് കാണുന്ന ഒന്നല്ല.
ഇത് 1777 ലൂയിസ് ബൊർണാഡ് എന്ന് പറയുന്ന ഫ്രഞ്ചുകാരനാണ് ആദ്യമായിട്ട് ഈ കൃഷി ചെയ്തത്. അദ്ദേഹം ഇത് കൃഷി ചെയ്തത് ബംഗാൾ ഏരിയയിലാണ്, ബംഗാൾ റീജിയനിലാണ്. ഇന്നത്തെ ബംഗാൾ, ഒഡീഷ വരുന്ന ഭാഗത്താണ് ഇത് ആദ്യമായി കൃഷി ചെയ്യുന്നത്. ഇതിന്റെ ഒരു സസ്യത്തിന് അതിനൊരു ജീനസ് നെയിമും സ്പീഷീസ് നെയിമും ഒക്കെ ഉണ്ടായിരിക്കും. അത് നിങ്ങൾ വലിയ ക്ലാസ്സുകളിൽ പഠിക്കും. അതിന്റെ സ്പീഷീസ് നെയിം എന്ന് പറയുന്നത് ടിങ്ക്ടോറിയ എന്നുള്ളതാണ്. ടിങ്ക്ടോറിയ. പക്ഷേ ഈ ചെടിക്ക് സ്വാതന്ത്ര്യ സമരത്തിന് വലിയ പങ്കുണ്ട്. അതായത് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം 860-കളിൽ കൃത്യമായി പറയുകയാണെങ്കിൽ 859 മുതൽ 862 വരെ രാജ്യത്തൊട്ടാകെ പ്രത്യേകിച്ച് ബംഗാൾ പ്രൊവിൻസിലൊക്കെ വലിയ തോതിലുള്ള കാർഷിക കലാപങ്ങൾ നടത്തി. എന്താണെന്ന് വെച്ചാൽ ഒരു പ്രത്യേക ചെടി, ഈ സസ്യം നിർബന്ധമായിട്ടും കർഷകർ കൃഷി ചെയ്യണം എന്ന് ബ്രിട്ടീഷുകാർ ചെയ്യാൻ തുടങ്ങി, വാശി പിടിക്കാൻ തുടങ്ങി. അങ്ങനെ മണി ലെൻഡേഴ്സ്, പണം പലിശയ്ക്ക് കൊടുക്കുന്ന ആൾക്കാരെയും ജമീന്ദാർമാരെയും എല്ലാം കൂട്ടിപ്പിടിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർ കർഷകരെ ദ്രോഹിക്കാൻ. അങ്ങനെ കർഷകർക്ക് മറ്റൊരു നിവൃത്തിയില്ലാതെ അവർക്ക് കൃഷി ചെയ്യുകയും ഈ കൃഷി ഒട്ടും ലാഭകരമായിരുന്നില്ല. മാത്രമല്ല ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ഥലത്ത് പിന്നെ മറ്റൊന്നും കൃഷി ചെയ്യാൻ പറ്റില്ല. മണ്ണിന്റെ വളർച്ചയും മറ്റുമൊക്കെ നഷ്ടപ്പെടും. അങ്ങനെ ആകെ കർഷകരെ വലച്ച ഒരു വിളയായിരുന്നു ഈ കാർഷിക വിള. അതിനെതിരെ നമ്മുടെ കർഷകർ ചെയ്യാൻ തുടങ്ങി. ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം തുടങ്ങുകയും ആ കലാപത്തിൽ ഒരുപാട് കർഷകർ മരണപ്പെടുകയും ചെയ്തു. ഈ കലാപത്തിന് നേതൃത്വം കൊടുത്തവരുടെ പേരാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. നാദിയ എന്ന് പറയുന്ന ഇന്നത്തെ ബംഗാളിലെ ജില്ലയാണ് അവിടുത്തെ വിശ്വാസിച്ചത്. അതേപോലെ പ്രതീക് മണ്ഡാൽ എന്ന് പറയുന്ന മാൾട്ട ഇന്നത്തെ ബംഗാളിലെ ജില്ല തന്നെയാണ്. അതുപോലെ പപ്പന എന്ന് പറയുന്ന ബംഗ്ലാദേശിലെ സ്ഥലമായിട്ടുള്ള കാതർമല, അവിടുത്തെ വ്യക്തിയായിരുന്നു കാതർമല, കർഷകനായിരുന്നു. അദ്ദേഹമൊക്കെയാണ് ഈ കലാപത്തിന് അന്ന് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. ഈ ചിത്രത്തിൽ നിങ്ങൾ കാണുന്ന വ്യക്തിയുടെ പേര് ദീനബന്ധു മിത്ര എന്നാണ്. ഈ കലാപത്തെ ആസ്പദമാക്കിക്കൊണ്ട്, ഈ കലാപത്തിലെ ആളുകളുടെ ബുദ്ധിമുട്ടുകളെ ആസ്പദമാക്കിക്കൊണ്ട് ഇദ്ദേഹം വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു നാടകം എഴുതിയിട്ടുണ്ട്. ആ നാടകത്തിന്റെ പേരും ഈ ചെടിയുടെ പേരും ഏതാണ്ട്, ആ നാടകത്തിന്റെ പേരും ഈ ചെടിയുടെ പേരും ഉണ്ട്. അപ്പൊ എന്റെ ചോദ്യം, ഏതാണ് ആ ചെടി, ഏതാണ് ആ സസ്യം? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഇത്രയേറെ സ്വാധീനമുള്ള, ഇത്രയേറെ പങ്കുള്ള ആ ചെടി ഏതാണ്?